ഒരുപാട് രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ചിട്ട്. അപ്പം എനിക്കറിയാം എന്താണ് ഇതൊരു മാനസിക പ്രശ്നമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നിട്ടും എനിക്കിത് എന്താണ് സംഭവം വെച്ചാൽ ഇതിൽ ഞാൻ തോറ്റുപോയത് എവിടെയെന്ന് വെച്ചാൽ എനിക്കിത് അറിയില്ല. ഇത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് വേറെ എന്തോ ആണ് എന്നൊക്കെ ഫ്രണ്ട്സിനോട് ഒന്ന് രണ്ട് കേട്ട് വെച്ചപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ഉറക്കമില്ലായ്മ കൊണ്ടുള്ളൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടീനെ എടുത്ത് കൊണ്ടുപോവുക, അതേപോലെ കുട്ടീനെ ആരെങ്കിലും കൊണ്ടുപോവുക, അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇതിൻ്റെ മാത്രം പ്രശ്നമാണോ, അങ്ങനെ എനിക്ക് തോന്നി. മോളെ രാത്രി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തുടങ്ങി ഉറക്കമുണ്ടാവില്ല. അത് സ്വാഭാവികമാണല്ലോ. ഫസ്റ്റത്തെ ടൈമിൽ എന്തായാലും ഉറക്കത്തിന് നല്ല പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇവൾ ഉറങ്ങണില്ല. അപ്പോൾ എനിക്കാണെങ്കിലോ അവളെ പകൽ പോലും ഒറ്റയ്ക്ക് റൂമ് കിടത്തി പോരാൻ പറ്റില്ല. കുട്ടീനെ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകും, അതേപോലെ ഇവൾക്ക് എന്തെങ്കിലും പറ്റുമോ, ഇവളാരെങ്കിലും കൊണ്ടുപോകും, ഇവൾക്ക് എന്തെങ്കിലും ആവുമോ. ഇതിൻ്റെയൊക്കെ മാരക സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ പാൽ കുടിക്കാൻ വേണ്ടി എണീക്കുമല്ലോ, ഇതിൻ്റെ പുറമെ ഞാൻ ഒന്നര മണിക്കൂർ അലാറം വെച്ച് എണീറ്റിട്ട് ചെക്ക് ചെയ്ത് നോക്കും. എന്താണ് പറയുക, ബ്രീത്ത് ഉണ്ടോ, ഉണ്ടോ, ഓക്കെ, സമാധാനം, എന്നാൽ പിന്നെ കിടക്കാം. അങ്ങനെ ഒരു സ്റ്റേജിൽ എന്താ പറയുക, ഒരു പ്രത്യേകതരം ഒരു വല്ലാത്തൊരവസ്ഥയോട് കുറേ ടൈം ഞാൻ കടന്നുപോയി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ചല്ലെങ്കിലും ചില ആളുകൾക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ തന്നെ ഒരു വേറെ വേർഷൻ അനുഭവിച്ച ആൾക്കാരുണ്ടാവും, ഒരുപാട് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് ചോദിച്ചാൽ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ ആഴ്ചയിൽ എൻ്റെ വീട്ടിലാണ് പ്രസവിച്ച് കിടക്കുന്നത്. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും കാണാൻ വരുമായിരുന്നു. അതിന് ഫസ്റ്റ് ഡെലിവറിയാണ്. എനിക്കൊരു മോളെ ഞാനിട്ടുള്ളത്. അവൾക്കിപ്പോൾ 6 വയസ്സായി. അവളെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ഓരോ സാധനങ്ങൾ കൊണ്ടിട്ടോ, അങ്ങനെ ഓരോ കാട, കോഴി, അതേപോലെ തന്നെ അങ്ങനെ പല പല നമുക്ക് പ്രത്യേക കഷായം അങ്ങനെ വെച്ചിട്ട് കഴിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ആളിങ്ങനെ കൊണ്ടുവന്ന് തരും. അപ്പോഴൊക്കെ ഞാൻ കരയും. അപ്പോൾ ഈ എന്തിനെങ്ങനെ കരയണം, എന്താ എൻ്റെ പ്രശ്നം, ഞാനൊന്നും വരണില്ലേ, കാണണില്ലേ, സംസാരിക്കണില്ലേ, എന്താ വേണ്ട വെച്ചാൽ തരണില്ല, അവരൊക്കെ പറഞ്ഞാലും എപ്പോഴും ഒരു വിഷമമാണ്. പിന്നെ ഇപ്പോൾ എല്ലാ പേരൻസും ഉണ്ടാകും ഫോണിലേക്ക് ഇങ്ങനെ നോക്കേണ്ട മോൾ, അതേപോലെ ഫോൺ നോക്കണം, ടി വി നോക്കണം, നമ്മൾ സമ്മതിക്കില്ല. ഫോണൊക്കെ വാങ്ങി വെച്ചിനി. അപ്പം അത് നമ്മോടുള്ളൊരു കെയറിങ് കൊണ്ടായിരിക്കും, അങ്ങനെ തന്നെ ആണ്. പക്ഷെ എന്നാലും ആ ടൈമിലൊന്ന് ഫോൺ നോക്കാനോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ടൈം പോവണ്ടെന്ന് ചിന്തിക്കാതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനെടുത്ത് വരണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാനിപ്പം. ബുക്സും കിട്ടില്ല, കാരണം അതിങ്ങനെ നോക്കി നിൽക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതുകൊണ്ട് അത് നോക്കില്ല. അതേപോലെ തന്നെ ടി വിയും നോക്കലില്ലായിരുന്നു. പിന്നെ ഫോൺ തീരെ ഇല്ല, ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇത് കൂടിയിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുറയാൻ തുടങ്ങി. ഞാൻ ഈ മോളെന്ന ലോകത്തേക്ക് മാറാൻ തുടങ്ങി. ഞാൻ എന്താണ് പറയുക, ഇവളെ നന്നായിട്ട് കെയർ ചെയ്യുക, ഇവളെ നോക്കുക, അങ്ങനത്തെ രീതിക്ക് മാറിയിട്ട് ഞാൻ ആ പണ്ടത്തതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പാടെ പോയി. പിന്നെ എന്താണ് ചെയ്യുക, ഒരു 2 വർഷം, ഒരു 1.5 വർഷം, 2 വർഷമൊക്കെ കഴിഞ്ഞ് ഒരു മാറ്റമില്ല. മാറ്റമുണ്ട്, ആളോട് കാര്യങ്ങളൊക്കെ പറയും വിളിച്ചാൽ, അങ്ങനെ പണ്ടത്തെ പോലെ ഒരുപാട് സംസാരിക്കാനോ അതിനൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ലായിരുന്നു. അങ്ങനത്തെ ഒരു തോന്നൽ എനിക്ക് വരണില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ കാലം പോയി. അങ്ങനെ എന്താണ് പറയുക, ഇതിൽ നിന്ന് റിക്കവർ ആവണം. അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി തന്നെ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കൗൺസിലർ, കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിൽ ഒരു കൗൺസിലർ കണ്ടു. എനിക്ക് ഇപ്പോൾ ഡോക്ടറുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല, ഒരു 4 വർഷം കഴിഞ്ഞില്ലേ. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ആ ടൈമിൽ തന്നെ ഉള്ളതായിരുന്നു മോളത്, അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അറിയില്ല, ഇനി എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കൗൺസിലറത് എനിക്ക് പോലെ ഒരു സൈക്കാട്രിസ്റ്റ് വേണ്ടി വരും എന്നുള്ളൊരു ഇതിലെനിക്ക് തോന്നി. കാരണം എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആവാനും സംസാരിക്കാനും പണ്ടത്തെ പോലെ അവനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയണില്ല. ആ ഒരു ടൈമിലുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ പുതിയ ഉമ്മമാരോട്, ഇപ്പോൾ ഉമ്മമാരോട് മാത്രമല്ല കേട്ടോ മെയിനായിട്ട് പറയാനുള്ള, ഉമ്മയും ഉപ്പയും അറിഞ്ഞിരിക്കണം. ഇത് കുറേ ആളുകൾക്ക് ഇപ്പോഴും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ ചോദിച്ചാൽ അതെന്താ പോകുന്ന ആണുങ്ങളും, അതേപോലെ തന്നെ ഇപ്പോൾ
പുതിയ പാരൻസ് ആവാൻ നിൽക്കുന്നവരും പാരൻസായി കഴിഞ്ഞവർ ഇതുപോലെ സ്റ്റേജ് അനുഭവിച്ച് പോയവരൊക്കെ ഉണ്ടാവും. പിന്നെ ആ നിൽക്കുന്നവർ ഒരിക്കലും എന്താണ് പറയുക, ഇതിനെ തള്ളിക്കളയാൻ പാടില്ല. അങ്ങനത്തെ ഒരു സംഭവം വരാതിരിക്കട്ടെ. പക്ഷേ എന്താണ് പറയുക, എനിക്ക് തോന്നുന്ന ഒരു 70% ആളുകൾക്ക് വരുന്നുണ്ട്, ബാക്കി 14 ഇല്ലാത്തതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പറയാൻ എനിക്ക് കഴിയുള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതിന് ഞാൻ എന്താക്കിയും. പിന്നെ നമ്മളെ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റോ അതെന്താ, ഇവരൊക്കെ വിചാരം ഈ കുതിരവട്ടം സൈക്കാട്രിസ്റ്റും തമ്മിൽ ഭയങ്കര ഒരു അടുത്ത ബന്ധമുണ്ട് എന്നാണ്. ഇവർ തമ്മിലാണ് ഈ സൈക്കാട്രിസ്റ്റും അതേമാതിരി പ്രാന്തന്മാർ, ഇതാണ് ഇവർക്കുള്ള ആൾക്കാർ. അങ്ങനെ ചിന്തിക്കണ കുറേ മണ്ടന്മാരായിട്ടുള്ള, അത് ഭയങ്കര കുലീനതായിട്ട് കൊണ്ട് നടക്കണ കുറേ ആൻറ്റിമാരും അമ്മായിമാരും കുറേ ആളുകൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് പുതിയ എന്താണ് പറയുക, നിങ്ങൾ ഗർഭിണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ല, നിങ്ങളൊരു ഉമ്മ ആവാൻ പോകുക അല്ലെങ്കിൽ ഒരു ഉപ്പ ആവാൻ പോകുന്ന ഒരാൾ, പാരൻസ് ആകുന്നവരും അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബേബി പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പേര് ഞാൻ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യങ്ങൾ ഏതൊരു ഡോക്ടർ വീഡിയോ കണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. എന്താണ് പറയുക, ഒന്ന് പുറത്തിറങ്ങുക, ജസ്റ്റ് ഫോണൊക്കെ ഒന്ന് ഉപയോഗിക്കുക. എന്താണ് പറയുക, തീരേക്ക് നോക്കണ്ട, അങ്ങനെ ആക്കണ്ട, അങ്ങനെയൊന്നുമില്ല. കുറച്ചൊക്കെ നമുക്കൊന്ന് TV കാണാം, കൂടുതൽ ടൈം വേണമെന്നല്ല, ഒന്ന് റിലാക്സ് ആവുക. ഈ പെറ്റ് കിടക്കരുത്. എനിക്ക് ഏറ്റവും വലിയ പേടിയാണ് പ്രസവമല്ല, എനിക്ക് പേടി പ്രസവിച്ച് കിടക്കണത്. അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കാതെ പ്രസവിച്ച് നടക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, നടക്കണം. എന്താണ് പറയുക, ഈ എന്താണ് ഒരു 40 ആവുന്നതിന് മുമ്പ് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ 40 കുളി കഴിയാതെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങരുത്, അങ്ങോട്ട് ചാടരുത്, ഇങ്ങോട്ട് ചാടരുത്, അതൊക്കെ ഒഴിവാക്കുക. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പോവുക, ബേബിനെയും കൊണ്ട് തന്നെ പോവുക, കഴിയുന്ന സ്ഥലത്തേക്കൊക്കെ ബേബിനെ കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് ബേബിനെ കൊണ്ടെടുക്കാൻ തിങ്സ് കാര്യങ്ങൾ, ബേബി ബാഗ്, ക്യാരിങ് ബാഗ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം പണ്ട് അത്ര അല്ല, ടെക്നോളജീസ് ഉണ്ട്, നമുക്ക് കൂടെ നിൽക്കാനും കാര്യങ്ങളൊക്കെ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ടെൻഷനില്ല. അങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ DLED കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടിട്ട് കഴിഞ്ഞപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ DLED എന്നുള്ളത് എടുത്തത് തന്നെ ഇതിൽ നിന്നുള്ള ഒരു റിക്കവറിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് റിക്കവറി കിട്ടാൻ ഈ ആലോചന ശ്രദ്ധ ഇത് പറഞ്ഞാൽ അറിയില്ല. DLED DTC ആണ്. DTC എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, നമ്മളെ തല അയിമക്കാണ്ട് നിൽക്കും. കാരണം അത്രയ്ക്ക് ഉണ്ടാവും എഴുതാനും വായിക്കാനും സബ്മിറ്റ് ചെയ്യാനും ടീം മറ്റേത് മറിച്ചത് ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതാണ് കാരണം, വേറെ നാലേക്കാൻ ടൈമില്ല. അങ്ങനെ ഞാൻ കുറേ ബിസി ആയിട്ട് കുറേ മെച്ചങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ആലോചിച്ചിരിക്കാൻ ടൈമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കുറേ എനിക്കെന്താ പറയുള്ളതെന്ന് വെച്ചാൽ, പുതിയ ഉമ്മമാരും ഉപ്പമാരും പേരൻസ് ആകാൻ പോകുന്നവരും അതേപോലെ ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവരും പേരൻസ് ആയി കഴിഞ്ഞവരൊക്കെ എന്താണ് പറയുക, ഈ സ്റ്റേജിലൂടെ ഒരു കടന്നു പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇതിലും താഴ്ന്ന സ്റ്റേജോ അതല്ല, വേറെ ഓക്കെയാണ്, കുഴപ്പമില്ലാതിരിക്കട്ടെ, ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിൽ നമ്മൾ പരമാവധി നമ്മളെ കൂടുതൽ നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ നോക്കുക. നമ്മളൊന്ന് ഒരുങ്ങിയിട്ട് അങ്ങോട്ടേലൊക്കെ ഒന്ന് പോവുക, ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, ഒന്ന് ബീച്ചിലൊക്കെ പോയിരുന്നു സമാധാനത്തിലിരിക്കുക, കുറച്ച് പാട്ടൊക്കെ കേൾക്കുക. അങ്ങനെയൊക്കെ നമുക്കും വേണ്ടതിന് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കഴിയണം. ഒരു ബേബി എന്നുള്ള ഒരു ചിന്തയിലപ്പുറം ബേബിനെ നമ്മൾ നോക്കണം, നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ പാർട്ട്നേഴ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കാൻ കഴിയുക. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സർവൈവ് ചെയ്യാൻ കഴിയും. സ്റ്റേജിൽ കടന്നു പോയി ഒരുപാട് പേരൻസ് ഉണ്ടായിരിക്കും. അപ്പം അവരൊക്കെ മോർ പവർ ടു യു. എന്താണ് പറയുക, കൂടുതൽ ഇന്നൊക്കെ റിക്കവറായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിക്കവർ ആവാത്തവർ കൺസൾട്ടിങ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഇനിയും പുതിയ പാരൻസ് ആകാൻ പോകുന്നവർ, ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഓൾറെഡി ഈ ഒരു സംഭവം നമുക്ക് ഓൾറെഡി അറിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ നമുക്കറിയുമ്പോൾ ഇതുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് പെട്ടെന്ന് കൺസൾട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ പുറകെ നടക്കാനും എളുപ്പമാണ്. എനിക്ക് ആ ടൈമിലുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ എനിക്കറിയില്ലേനി ഇതുകൊണ്ടായിരുന്നു വന്നത്. എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ പറ്റിയത്, എനിക്കെന്താ ഭ്രാന്തായോ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ആ ഒരു തോന്നലെങ്കിൽ ആർക്കും വരരുത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ സ്റ്റോറീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ടുഡേ.